5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ദ വാംത്ത് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഊഷ്മളത. അതിന് താഴെയായിട്ട് വളരെ മനോഹരമായ ഒരു പടം തന്നിട്ടുണ്ട്. അതിലൊരു പാർക്കാണ് കാണിച്ചിരിക്കുന്നത്. ഒരു മരത്തിന് ചുവട്ടിലെ ബെഞ്ചിൽ ഒരു അച്ഛൻ, അമ്മ, കുട്ടി ഇരിക്കുന്നു. അതിനടുത്തായിട്ട് കുട്ടികൾ വട്ടം കൈപിടിച്ച് കളിക്കുന്നുണ്ട്. ആ മരത്തിന് മുകളിൽ ഒരു കിളിക്കൂടുണ്ട്. അതിലൊരു അമ്മക്കിളിയും 3 കുഞ്ഞിക്കിളികളും ഉണ്ട്. അതിന് താഴെയായിട്ട് ഒരു വാചകം തന്നിരിക്കുന്നു, എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ് സ്നേഹിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം, ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഭൂമിയാണ്. റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റ് ഒരു പ്രശസ്തനായ അമേരിക്കൻ പോയറ്റ് ആണ്. അതിന് താഴെ ഡോർവേയില് 2 പിക്ചറുകൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതിൽ ഒരു അമ്മയും കുട്ടിയും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. കുട്ടി സ്കൂളിൽ പോകാൻ നിൽക്കുവാണെന്ന് നമുക്ക് മനസ്സിലായി, കാരണം സ്കൂൾ ബാഗ് തോളിലുണ്ട്. രണ്ടാമത്തെ പിക്ചറിൽ അമ്മയും കരയുന്ന ഒരു കുട്ടിയുമാണ് ഉള്ളത്. അവനും സ്കൂളിൽ പോകാൻ തന്നെയാണ്. അവന്റെ തോളിലുമുണ്ട് സ്കൂൾ ബാഗ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് എബവ്. 2 boys are getting ready for school. അതിന് താഴെയായി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താണ് ആദ്യത്തെ പിക്ചറിലെ കുട്ടി ചെയ്യുന്നത്? അവൻ ഹാപ്പി ആയിട്ട് അമ്മയോട് സംസാരിക്കുന്നു. അതുപോലെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. ഈസ് ഹി ഹാപ്പി? യെസ് അല്ലെ, അവൻ ഹാപ്പിയാണ്. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും അതിന് കാരണം? ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോവാണ്, അപ്പൊ അവനത് സന്തോഷമുള്ള കാര്യമാണ്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? സെക്കൻഡ് ബോയ് എന്ത് ചെയ്യാണ്? ക്രൈയിങ് ആണ് അല്ലെ, കരച്ചിലാണ്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? ഹിസ് മദർ ഈസ് ടെല്ലിങ് സംതിങ് ടു ഹിം അല്ലെ, അവനോട് എന്തോ പറയുകയാണ്. മേ ബി സ്കൂളിൽ പോവാനായിരിക്കും, അല്ലെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യുകയായിരിക്കും സ്കൂളിൽ പോവാൻ. നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് പറയും അവരുടെ ആദ്യത്തെ ദിവസം എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയത് എന്ന് പറയും. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങൾ ഓരോരുത്തരുടെയും ആദ്യത്തെ സ്കൂൾ ദിനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയ ആ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ പേര് ദ കിസ്സിംഗ് ഹാൻഡ്. ദ കിസ്സിംഗ് ഹാൻഡ്. In this story, a little raccoon named Chester is hesitant about going to school. Now, let us see what happens to him. ഇതിനകത്ത് ചെസ്റ്റർ സ്കൂളിൽ പോകാൻ വളരെ മടിയുള്ള ഒരു കുട്ടിയാണ്. അവൻ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അവന്റെ പേര് ചെസ്റ്റർ. ഹെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മടി. റാക്കൂൺ എന്ന് പറയുന്നത് ചെറിയ ഒരിനം കരടിയാണ്. Chester Raccoon stood at the edge of the forest and cried, I don't want to go to school, he told his mother. ചെസ്റ്റർ റാക്കൂൺ വനത്തിന്റെ അതിർത്തിയിലെത്തി. എഡ്ജ് എന്ന് പറഞ്ഞാൽ അതിർത്തി, അരിക്. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോവണ്ട എന്ന് അമ്മയോട് പറഞ്ഞു. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് അമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നാൽ മതി, എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ കളിക്കണം, എനിക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എൻ്റെ ഊഞ്ഞാലിൽ എനിക്ക് ആടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. എന്നെ ദയവായിട്ട് ഇവിടെ ഇരിക്കാൻ അനുവദിക്കുമോ? മിസ് റാക്കൂൺ took Chester by the hand and nuzzled his ear. അതായത് ചെസ്റ്ററിന്റെ അമ്മ അവനെ വാരിയെടുത്തു. എന്നിട്ട് നസിൽഡ് എന്ന് പറഞ്ഞാൽ മൂക്കുകൊണ്ടും വായുകൊണ്ടും ഒക്കെ ഇങ്ങനെ ഉരസുന്നതിനാണ്. അതായത് അമ്മ അവനെ ഉമ്മ വെച്ചു. Sometimes we all have to do things we don't want to do. അമ്മ അവനോട് പറഞ്ഞു, ചിലപ്പോഴൊക്കെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. She told him gently. അത് വളരെ ശാന്തമായിട്ടാണ് അമ്മ പറഞ്ഞത്, ദേഷ്യപ്പെട്ടൊന്നുമല്ല. ജെന്റ്ലി എന്ന് പറഞ്ഞാൽ ശാന്തമായി. Even if they seem strange and scary at first. ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആദ്യം നമുക്ക് വളരെ അപരിചിതമായിട്ട് തോന്നും. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപ് പരിചയമില്ലാത്ത, സ്കാരി എന്ന് പറഞ്ഞാൽ ഭയം. ആദ്യം ചിലപ്പോൾ നമുക്ക് ഭയവും ഒരു അപരിചിതത്വവും ഒക്കെ തോന്നും. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷെ നീ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ നിനക്കത് ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്
ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും, പുതിയ പുതിയ ഊഞ്ഞാലുണ്ട് അവിടെ. അപ്പൊ ചെസ്റ്റർ വീട്ടിൽ ഇരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്കൂളിലുണ്ട് എന്ന് അമ്മ അവനെ ഓർമ്മിപ്പിച്ചു. ബിസൈഡ്സ് കൂടാതെ she added, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. കൂടാതെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അത്ഭുതകരമായ സീക്രട്ട് രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ രഹസ്യം അറിയുമ്പോൾ നിനക്ക് സ്കൂളിൽ രാത്രികളിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ സുഖം തോന്നും, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നത് പോലെയുള്ള ഒരു ഊഷ്മളത നിനക്ക് തോന്നും. കോസി എന്ന് പറഞ്ഞാൽ സുഖപ്രദമായ എന്നാണ്. എങ്ങനെയാണോ നീ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നത് അങ്ങനെ തന്നെ നിനക്ക് സ്കൂളിലും ഇരിക്കാൻ പറ്റും. ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ്. വൈപ്ഡ് എന്ന് പറഞ്ഞാൽ തുടച്ചു. ചെസ്റ്റർ തന്റെ കണ്ണുനീരൊക്കെ തുടച്ചു. ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. താല്പര്യമുള്ളതുപോലെ ഇരുന്നു. അമ്മ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേഗം റെഡി ആയിട്ടിരുന്നു. എ സീക്രട്ട്. വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? ഒരു രഹസ്യമോ? എന്ത് രഹസ്യം? എ വെരി ഓൾഡ് സീക്രട്ട് സെറ്റ് മിസ് റക്കൂൺ. റക്കൂൺ പറഞ്ഞു, വളരെ പഴയ ഒരു രഹസ്യമാണ്. I learned it from my mother and she learned it from her mother. It is called the kissing hand. എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചത്. എൻ്റെ അമ്മ അവരുടെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. ആ രഹസ്യത്തിന്റെ പേരാണ് കിസ്സിംഗ് ഹാൻഡ്, ചുംബിക്കുന്ന കൈ. The kissing hand asked Chester. കിസ്സിംഗ് ഹാൻഡോ, അതെന്താ? ചെസ്റ്റർ ചോദിച്ചു. What is that? I will show you. അമ്മ പറഞ്ഞു, ഞാൻ നിന്നെ കാണിച്ചു തരാം. Miss Raccoon took Chester's left hand and spread his tiny fingers into a fan. അമ്മ ചെസ്റ്ററിന്റെ ഇടത്ത് കൈത്തലം എടുത്തു. എന്നിട്ട് അവന്റെ കുഞ്ഞു വിരലുകൾ, ടൈനി എന്ന് പറഞ്ഞാൽ സ്മോൾ, കുഞ്ഞു വിരലുകൾ ഒരു ഫാൻ പോലെ ഇങ്ങനെ വിടർത്തി പിടിച്ചു. ലീനിങ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് കുനിഞ്ഞു. അമ്മ മുന്നോട്ട് കുനിഞ്ഞു. ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് അമ്മ അവന്റെ ആ കൈയുടെ നടുക്ക് ഉമ്മ വെച്ചു. പാം എന്ന് പറഞ്ഞാൽ കൈയുടെ ഉള്ളം കൈയാണ്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് rush from his hand up his arm and into his heart. അപ്പോ ചെസ്റ്ററിന് തോന്നി അമ്മ ആ ഉമ്മ വെച്ചപ്പോൾ, അമ്മയുടെ ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന്, അതായത് കൈത്തലത്തിൽ നിന്ന് കയ്യിലൂടെ ഹൃദയത്തിലേക്ക് എത്തിയതുപോലെ തോന്നി. അതായത് അവന് നല്ലൊരു ഫീലിംഗ് ആണ് ഇപ്പൊ തോന്നിയത്. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. ടിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കിളി പോലെ. അപ്പൊ അവനൊരു പെട്ടെന്ന് നല്ലൊരു സുഖപ്രദമായ ഒരു ഇക്കിളി പോലെ തോന്നി അമ്മയുടെ ആ ഉമ്മ. മിസ് റാക്കൂൺ സ്മൈൽഡ്. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mummy loves you. അമ്മ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എപ്പോഴൊക്കെ നിനക്ക് ഏകാന്തത തോന്നുന്നോ, ലോൺലി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ, ഏകാന്തത, അപ്പോഴൊക്കെ നീ ഈ കൈ എടുത്ത് നിന്റെ കവിളിനോട് ചേർക്കുക. എപ്പോഴൊക്കെ നിനക്ക് വീട്ടിൽ വരണമെന്ന് തോന്നുന്നോ, അതല്ല ഏകാന്തത തോന്നുന്നോ, അപ്പോഴൊക്കെ നിന്റെ ഈ കൈ നിന്റെ കവിളിനോട് ചേർക്കുക. ചീക്ക് എന്ന് പറഞ്ഞാൽ കവിള്. എന്നിട്ട് വിചാരിക്കുക അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മമ്മി ലവ്സ് യു ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പോ ഈ ഉമ്മ വീണ്ടും നിന്റെ ഹൃദയത്തിലേക്ക് എത്തും. അപ്പൊ നിനക്കൊരു നല്ല സുഖപ്രദമായ ഒരു ഫീലിംഗ് തോന്നും, അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ തോന്നും എന്ന് പറഞ്ഞു. She took Chester's hand and carefully wrapped his fingers around the kiss. അമ്മ വീണ്ടും അവന്റെ ആ കൈവിരലുകൾ, ചെറിയ കൈവിരലുകൾ കൊണ്ട് അതിങ്ങനെ കൈ അടച്ചു വെപ്പിച്ചു. അപ്പോൾ ആ ഉമ്മ കൈപ്പത്തിക്കുള്ളിലാണല്ലോ, അപ്പൊ ആ വിരലുകൾ ഇങ്ങനെ അതിനെ മൂടി നിന്നു, കൈ ചുരുട്ടി പിടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. Now be careful not to lose it, she teased him. Teased എന്ന് പറഞ്ഞാൽ കളിയാക്കി. അമ്മ അവനോട് തമാശ രൂപേണ പറഞ്ഞു, അത് നഷ്ടപ്പെടുത്തി കളയരുത്, മുറുക്ക പിടിച്ചോണം. But don't worry, when you open your hand to wash after having food, I promise the kiss will stick.
എന്നിട്ട് അമ്മ അവനോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്റെ കൈ നീ ആഹാരശേഷം കഴുകാറുണ്ടല്ലോ, അപ്പോഴൊക്കെയും ഈ കയ്യില് ഉമ്മ എവിടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് ഇരിക്കും, അതങ്ങനെ വെള്ളം വീണാലൊന്നും പോവില്ല. ചെസ്റ്റർ loved his kissing hand. Now he knew his mother's love would go with him wherever he went, even to the school. ഇപ്പൊ ചെസ്റ്ററിന് മനസ്സിലായി, ഞാൻ എവിടെ പോയാലും അമ്മയുടെ സ്നേഹം എൻ്റെ കൂടത്തിൽ തന്നെ ഉണ്ട്, അതിപ്പോ സ്കൂളിലായാലും. That night, Chester stood in front of his school and looked thoughtful. അന്ന് രാത്രി ചെസ്റ്റർ സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. Suddenly, he turned to his mother and grinned. പെട്ടെന്ന് തന്നെ അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞു, എന്നിട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ ചിരിക്കുക എന്നാണ്. Give me your hand, he told her. അമ്മയുടെ കൈ ഇവിടെ തരൂ. Chester took his mother's hand in his own and unfolded her large familiar fingers into a fan. അവന് അമ്മയുടെ കൈ പിടിച്ചു, എന്നിട്ട് അത് അൺഫോൾഡ് ചെയ്യുന്ന എന്താ, തുറന്നു, കൈ വിടർത്തി പിടിപ്പിച്ചു. നെക്സ്റ്റ് he leaned forward and kissed the center of her hand. എന്നിട്ട് അമ്മയുടെ കൈപ്പത്തിയുടെ ഒത്ത ഉള്ളിലായിട്ട് അവന് ഉമ്മ വെച്ചു. Now you have a kissing hand too, he told her with a gentle goodbye. അപ്പൊ അമ്മയോട് അവൻ പറഞ്ഞു, ഇപ്പൊ അമ്മയ്ക്കും ഒരു കിസിങ് ഹാൻഡ് ഉണ്ട്, അതായത് എപ്പോഴൊക്കെ ചെസ്റ്ററിനെ ഓർമ്മ വരുന്നു അപ്പോ അമ്മയ്ക്കും അത് നോക്കാം. I love you, Chester said as he turned and danced away. അമ്മയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു പറഞ്ഞതിന് ശേഷം ചെസ്റ്റർ തിരിഞ്ഞ് ഡാൻസ് ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് പോവാൻ തുടങ്ങി. മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ limb and enter the school. അമ്മ എവിടെ നോക്കി നിന്നപ്പോൾ, സ്കാമ്പർ എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടി പോവാ, ചെസ്റ്റർ തുള്ളിച്ചാടി ഒരു മരത്തിന്റെ സൈഡിലൂടെ അങ്ങ് പോയി. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. സ്കൂളിലെ ആ വർഷത്തെ ആദ്യത്തെ ബെല്ല് മുഴങ്ങിയപ്പോൾ അമ്മയുടെ ഇടത്തെ കൈയെടുത്ത് കവിളിനോട് ചേർത്തു, എന്നിട്ട് ചിരിച്ചു. The warmth of Chester's kiss filled her heart with special words. അമ്മയുടെ ഹൃദയം നിറഞ്ഞു, അതായത് അവൻ ഉമ്മ വെച്ചതാണ് ആ കയ്യിൽ, അപ്പൊ അത് അമ്മ കവിളിനോട് ചേർത്തു, അപ്പോൾ അമ്മയുടെ ഹൃദയം നിറഞ്ഞു. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്. ചെസ്റ്റർ ലവ്സ് യു, ആ കൈ അമ്മയോട് ഇങ്ങനെ പറയുന്നതായിട്ട് തോന്നി. ചെസ്റ്റർ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതായിട്ട് തോന്നി.